ഹലോ. എടാ അളിയാ, എവിടെയാ നീ? ഒരു വിവരവും ഇല്ലല്ലോ കുറെ നാളായിട്ട്. ഹോ, നീയോ? ഇപ്പോഴാണോടാ നിനക്ക് എന്നെ ഓർമ്മ വന്നത്? ഞാൻ എവിടെയൊക്കെ തന്നെ ഉണ്ടടാ. ഞാൻ എവിടെ ഉണ്ട്. എടാ പിന്നെ എന്തുണ്ടടാ, റഷ്യൻ വൈഫൊക്കെ എന്ത് പറയുന്നു? സുഖല്ലേ? റഷ്യൻ വൈഫോ? അവളൊക്കെ പോയടാ, പോയി. ഞാനിപ്പോ എൻ്റെ ഒരു കൂട്ടുകാരന്റെ റൂമിലാ. ഒരാഴ്ചയായിട്ട് ഞാനിപ്പോ ഇവിടെ ആകെ താളം തെറ്റിയിരിക്കടാ. ഞാൻ രണ്ടെണ്ണം അടിച്ച് ബോധം കെട്ടും കിടക്കായിരുന്നു. അപ്പോഴാ നിന്റെ വിളി. എത്ര നാളിന് ശേഷം നീ എന്നെ വിളിക്കുന്നത്? ഇപ്പോഴാണോ നിനക്ക് എന്നെ ഒന്ന് ഓർമ്മ വന്നത്? എടാ നിനക്ക് എന്താ പറ്റിയത്? എനിക്കൊരു അർജന്റ് കോള് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. നാശം പഠിക്കാൻ എന്റെ ഉറക്കം കളയാനാണോ നീയൊക്കെ വിളിച്ചത്? ഇത്രയേ അടിച്ച് ഞാൻ ഉറക്കം പിടിച്ച് വന്നത് തെറ്റാണ്. ഓ, അടുത്ത ഇവനെന്താണ് വാഹനം വിടൂല? സമാധാനത്തോടെ ഇവിടെ വന്ന് കിടക്കാൻ പറ്റും. ഹലോ, എന്താടാ? ഹലോ, നീ എവിടെയാ? എടാ, ഞാൻ എൻ്റെ ഫ്രണ്ട് ജോബിയുടെ വീട്ടിൽ വന്നിരിക്കുക ഇത്തിരി ഒരു സമാധാനത്തിന് വേണ്ടി. നീ ഒന്ന് ഇത്തിരിയും സമാധാനം തരൂലേ? അപ്പൊ നിനക്കൊക്കെ എൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നതല്ലേ. ഞാനൊന്ന് രണ്ടെണ്ണം അടിച്ചു ഇവിടെ ഒന്ന് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ വന്നതെല്ലാം മറന്നിട്ട് നീ ഒന്നും ഒരു സമാധാനം തരൂല. എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? അടിപൊളി, പൊട്ടട്ടെ. എവിടെ? അതല്ല, നീ ഒന്ന് സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? വല്ലവരും കൊണ്ടുപോയി ബോംബ് പൊട്ടിച്ചതിന് ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറ. എടാ പിന്നെ അതിലൊരു 4 മലയാളികളുണ്ട്, വീട്ടിലൊന്ന് വിളിച്ചറിയിക്കണം. മലയാളികൾ പൊളിയല്ലേ. മലയാളികളില്ലാത്ത നാളോ? 4 പേരെ വിട്ടുള്ളൂ. ആഹാ, ഞാൻ വിളിച്ചറിയിക്കണോ? അതെന്തിനാ? അതല്ലടാ, എംബസി മുഖേനയാണ് ഒരു അറിയിക്കാൻ പറഞ്ഞത്. പക്ഷെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഹിന്ദിക്കാരാണ്. അപ്പൊ ഒരു പറഞ്ഞു ഏതെങ്കിലും മലയാളികളെ വിളിച്ചിങ്ങാട്ട് അറിയിക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു നീയാണ് അതിന് പറ്റിയ ആള്. നിനക്കാകുമ്പോ സെന്റിമെന്റ്സ് ഇല്ലല്ലോ. ഓഹോ ഹോ ഹോ ഹോ, ഞാൻ സെന്റിമെന്റ്സ് ഇല്ലാത്തവൻ? എടാ, ഞാനൊന്ന് മര്യാദക്ക് ഉറങ്ങാൻ വേണ്ടി ഒന്ന് ഇവിടെ വന്നിരിക്കുക. അപ്പൊ അടുത്തൊരു പണിയായിട്ട് വന്നു. ഞാൻ എന്തിനാ പറയണം? ഹിന്ദിക്കാര് മലയാളം പഠിച്ചിട്ട് പറയട്ടെ. അല്ലടാ, നീ തന്നെ പറയണം. നാശം പിടിക്കാൻ. എടാ, എത്രയും പെട്ടെന്ന് വേണട്ടോ. ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് ചെയ്യാം. അയച്ചു തൊലക്ക് പെട്ടെന്ന്. നീയൊന്നും ഒരു സമാധാനം തരൂലല്ലോ എനിക്കൊന്നും എവിടെ പോയാലും. ഇത്തിരി സമാധാനത്തിന് വേണ്ടി ഇവിടെ വന്നത്. ഡാർക്ക്. ഓ, ഇത്ര പെട്ടെന്ന് അയച്ചു. അഭിരാമി ശിവശങ്കർ, വിജയ് ബാബു, ജാനകി അമ്മ, ജിപി വർഗീസ്. അഭിരാമി ശിവശങ്കർ എന്ന് വിളിക്കാം. അഭിരാമി ശിവശങ്കർ, റിലേഷൻഷിപ്പ് വൈഫ്. അഭിരാമി ശിവശങ്കറിനെ വിളിക്കാതെ. ഹലോ, അഭിരാമി ശിവശങ്കർ അല്ലേ? മാഡം, പുളിമൂട്ടി ഹൗസ്. മാഡം, ഇത് മോസ്കോ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ അടുത്ത് ഒരു മ്യൂസിക്കൽ പാർട്ടിയിൽ ഒരു ബ്ലാസ്റ്റ് നടന്നു. അപ്പൊ അതിൽ നിങ്ങൾ ഹസ്ബൻഡും പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും.
നാളെ ഈവനിങ് ഫ്ലൈറ്റിൽ കൊച്ചിയിൽ ബോഡി എത്തും. നിങ്ങൾക്ക് അവിടെ വന്ന് കളക്ട് ചെയ്യുന്നതാണ്. കൂടുതൽ നിങ്ങൾ അറിയണ്ടോ മാഡം? ഹലോ മാഡം, നിങ്ങൾ അറിയണുണ്ടോ? കോപ്പെ, എന്നെ കൊണ്ടൊന്നും പറ്റൂല ഇത്. വേറെ ആരെയും കൊണ്ട് ചെയ്യിക്കും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ ഒച്ച കോളൊക്കെ ആയി, മൊത്തം കരച്ചിലും വിളിച്ചു. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീ ആരെയും കൊണ്ട് ചെയ്യിക്കും. അല്ലടാ, നീ തന്നെ പറയണം. നാശം പിടിക്കാം. ദിവസം തന്നെ പോയത്. അങ്ങനെ പറയണ്ടായിരുന്നു. കുറച്ച് ക്ഷമയോടെ പറഞ്ഞാൽ മതി. മോശമായിട്ട് വെള്ളം ഓടിച്ച് ബോധവുമില്ല. ആ കോപ്പിനോട് ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റില്ല. ഇനിയിപ്പോ അടുത്തത് വിജയ് ബാബു, റിലേഷൻഷിപ്പ് ബ്രദർ. വിജയ് ബാബു. ഹലോ, വിജയ് ആണോ? അതെ, വിജയ് ആണല്ലോ. സാറിന്റെ ബ്രദർ അല്ലേ ബിനോയ്? അതെ, നിങ്ങളാരാണ്? ഓക്കെ സാർ, ഞാൻ വിളിക്കുന്നത് മോസ്കോന്നാണ്. സാർ ഇത്തിരി ക്ഷമയോടൊന്ന് കേൾക്കണം ഞാൻ പറയുന്നത്. സാർ, ഇവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നു അടുത്ത ഒരു മാളില്. ഒരു മ്യൂസിക് പാർട്ടി ആയിരുന്നു. ആ ബ്ലാസ്റ്റിൽ സാറിന്റെ ബ്രദറും. അതെ സാറേ, സാറിന്റെ ബ്രദറും അതിലുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? സാറേ, ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നാളത്തെ ഈവനിങ് ഫ്ലൈറ്റില് ബോഡി കൊച്ചിയിലേക്ക് എത്തും. സാറിന് അവിടെ വന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഇയാളുടെ തന്നെ ബ്രദർ അല്ലേ? ഇങ്ങനൊരു അടുത്തത് ജാനകി അമ്മ, റിലേഷൻഷിപ്പ് മദർ. ഹലോ, ജാനകി അമ്മ ആണോ? അമ്മ, പുളിമൂട്ടിൽ ഹൗസ്, വീട്ടുപേര്? ഓക്കെ അമ്മ, ഞാൻ മോസ്കോന്നാണ് വിളിക്കുന്നത്. അതെയോ, മോസ്കോയിൽ നിന്നാണോ? അജ്മോന്റെ കൂട്ടുകാരനാണോ? അതെ, അജുമാന്റെ കൂട്ടുകാരനാണ്. മോസ്കോയിൽ നിന്നാണ്. അമ്മ, വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ അടുത്ത്? എന്താ മോനെ, അവനെ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല. ഞാൻ വെറുതെ വിളിച്ചതാണ്. അവിടെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് എന്നെ തിരിച്ചു വിളിക്കാൻ പറയോ ഈ നമ്പറിലോട്ട്? ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല. ആരെങ്കിലും ഒന്ന് വന്നാ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി ഈ നമ്പറിലോട്ട്. പേടിക്കാനൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ആരെങ്കിലും വന്നോ ഒന്ന് വിളിക്കാൻ പറയേണ്ടത്. ഓക്കെ, ശരി അമ്മേ, വെക്കുവാണേ. Relationship. ജോബി വൈഫോ? ഓ ഗോഡ്. എടാ, ഞാൻ ഈ അവസാനം വിളിച്ച നമ്പർ ജിബി ജോർജ്. അത് ഞാൻ വിളിച്ചപ്പോ എന്റെ നമ്പർ എന്റെ മൊബൈൽ സേവ് ആയിട്ടുണ്ട്. ജോബി വൈഫ് എന്നാണ്.
എടാ ജോബി എന്റെ കൂട്ടുകാരനാ. അവനാണോ ഞാൻ വിളിക്കുന്നത്? അവന്റെ വൈഫിനെയാണോ ഞാൻ വിളിക്കേണ്ടത്? ഏത് ജോബി? എടാ അവന്റെ റൂമിലെ ഞാനിപ്പോ താമസിക്കുന്നത്. ഇന്ന് വെളുപ്പിന് ഒരു മീറ്റിംഗ് ഉണ്ട്, അവൻ പോയതാ. ഞാൻ അറിയില്ല. അവനും അതിൽ പെട്ടുപോയോ? എടാ അവന്റെ വൈഫിന്റെ നമ്പർ എന്റെ മൊബൈലിലുണ്ട്. നീ തന്ന നമ്പറിൽ വിളിച്ചപ്പോ ജോബി വൈഫ് ഡയലായി പോയി. ഞാൻ അപ്പൊ തന്നെ കട്ട് ചെയ്തു. എടാ അവനും അതിൽ പെട്ടോ? എടാ ആ ജോബിയാണോ ഇത്? എടാ അവനാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഈ അവസാനത്തെ നമ്പറിൽ വിളിച്ചപ്പോ ആ നമ്പറിൽ സേവ് ചെയ്ത് അവന്റെ വൈഫിന്റെ നമ്പർ അതിലോട്ടാ കോള് പോയി. എനിക്കറിയില്ല, അവൻ അതിൽ പെട്ടുപോയി. നീ ഒന്ന് അന്വേഷിച്ചു വിളിക്കടാ. ഞാൻ അവന്റെ റൂമിൽ വേണ്ടത്.